Hi guys, it's me Gopikrishna. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രഷ് ന്യൂസ് ടെക് അപ്ഡേറ്റ് തരാണ് ഗൈസ്. അപ്പോൾ നമുക്കറിയാം റെഡ്മി നോട്ട് സീരീസിലെ ഒരു പുതിയ വിപ്ലവകാരി ഒരു പുതിയ മാറ്റം കുറിക്കാൻ ഒരു ഡിവൈസ് വരുന്നുണ്ട് ഗൈസ്. റെഡ്മി നോട്ട് 8ഉം റെഡ്മി നോട്ട് 8 പ്രോയും. അപ്പോൾ ഷൗമിയുടെ രണ്ട് ഫോൺസാണ് ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ സെറ്റപ്പും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ടാണ് റെഡ്മി ഫോൺ പുറത്തിറക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ എന്ന് ഇറങ്ങിയാൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സമയങ്ങളിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാക്കാം. അതാണല്ലോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 8 പ്രോ എന്ന ഫോൺ അതിൻ്റെ പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റ് വരുവാണെങ്കിൽ MediaTek Helio G908 SoC എന്ന മികച്ച ഒരു പ്രോസസ്സറാണ് റെഡ്മി നോട്ട് 8 പ്രോയ്ക്കകത്ത് വരുന്നത്. റെഡ്മി നോട്ട് 8നകത്ത് വരുന്നത് പറയുമ്പോൾ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 665, അതായത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ്. പബ്ജി ഒക്കെ നൈസായിട്ട് കളിക്കാൻ പറ്റിയ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് റെഡ്മി നോട്ട് 8 പ്രോയിലും റെഡ്മി നോട്ട് 8ലും ഷൗമി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല രണ്ട് ഫോണും MIUI 10 അതിൻ്റെ ഷൗമിയുടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UIയിലാണ് രണ്ട് ഫോൺസും അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് റെഡ്മി നോട്ട് 8ൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ് അടുത്ത് പറയുന്നത്. നമുക്ക് ഡിസ്പ്ലേ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ 6.39 ഇഞ്ചിൻ്റെ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രൊസസ്സർ വൈസ് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നത് സ്നാപ്ഡ്രാഗൺ 665 ആണ് എൻ്റെ പ്രൊസസ്സർ വൈസ് വരുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട് ക്യാമറ, സെൽഫി ഭാഗത്ത് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്, സിംഗിൾ ക്യാമറയാണ് സെൽഫി ഭാഗത്ത് നമുക്ക് നോട്ട് 8ൽ ലഭിക്കുന്നത്. റിയർ ക്യാമറ 4 ക്വാഡ്കോം റേഞ്ചുള്ള നമ്മുടെ 4 ക്യാമറയുള്ള കോഡ് സെറ്റപ്പ് ഉള്ള ക്യാമറയാണ്. ഒന്ന് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, അത് കഴിഞ്ഞ് അടുത്തതും 2 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്. അങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ വരുന്നത്. അത് കഴിഞ്ഞ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 4GB 64GB വേരിയൻറ്റിലാണ് റെഡ്മി നോട്ട് 8 വരുന്നത്. അത്യാവശ്യം നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ നമുക്ക് സിമ്മിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെ അവർ തന്നിട്ടില്ല. കാരണം ഹൈബ്രിഡ് ആണോ, നമുക്ക് ത്രിബിൾ കാർഡ് സെറ്റപ്പ് ഉള്ള സിം സ്ലോട്ട് ആണോ എന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സ്റ്റോറേജ് ഞാൻ പറഞ്ഞത് 64GB ആണ് റോം വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 4000 mAh ആണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതിൻ്റെ OS 9 Pi തന്നെയാണ് അത് റൺ ചെയ്യുന്നത്. നേരെ മറിച്ച് റെഡ്മി നോട്ട് 8 പ്രോയിലോട്ട് വന്ന ഡിസ്പ്ലേ 6.53 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൊസസ്സർ MediaTek Helio G908, ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് അല്ല, നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കും, പോപ്പപ്പ് അല്ല, കറക്റ്റ് ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. റിയർ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെയും ടെലിഫോട്ടോ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറിൻ്റെ അങ്ങനെ 4 കോഡ് സെറ്റപ്പാണ് ക്യാമറ റിയർ സൈഡിൽ വരുന്നത്. റാം 6GB 64GB അങ്ങനെയാണ് വേരിയന്റ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി റെഡ്മി നോട്ട് 8നേക്കാട്ടിൽ 500 mAh കൂടെ കൂടുതലുണ്ട്. 4500 mAh ആണ് റെഡ്മി നോട്ട് 8 പ്രോയുടെ ബാറ്ററി കപ്പാസിറ്റി. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 9 Pi തന്നെയാണ് അത് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 8ന് 10,000 റുപ്പീസിൻ്റെ ആ റേഞ്ചിലാണ് റെഡ്മി നോട്ട് 8ൻ്റെ വില വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉള്ള ഫോണിന് 10,000 എന്ന് പറയുമ്പോൾ വെരി റൈസ്. അപ്പോൾ അതുപോലെ നല്ലൊരു സെറ്റപ്പായിട്ടാണ് റെഡ്മി വരുന്നത്. അതുപോലെ റെഡ്മി നോട്ട് 8 പ്രോയ്ക്ക് വില വരുന്നത് 15,000 റുപ്പീസ്, അതായത് 15K 15,000 രൂപയ്ക്ക് ആ റേഞ്ചിലാണ് റെഡ്മി നോട്ട് 8 പ്രോ വരുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന സാധ്യതയുണ്ട് ഗൈസ്. കാരണം 64 മെഗാ പിക്സലുള്ള റെഡ്മിയുടെ ഒരു ഫോണിന് 15,000 രൂപ അപാരമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കോമ്പറ്റീഷനായിട്ടാണ് വരുന്നത്. ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ റെഡ്മി നോട്ട് 8 ആണ് ആദ്യം ഇറങ്ങുന്നത്. റെഡ്മി നോട്ട് 8 മേ ബി ഇപ്പം നമ്മുടെ മാസം ഏതാണ്, നമ്മുടെ സെപ്റ്റംബർ ഒരു ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് 2 മാസം ചൈനയിൽ ഇറങ്ങിയതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതാണ് അവരുടെ കമ്പനി അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം അപ്പോഴത്തേക്ക് ജാനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡ്മി നോട്ട് 8 സീരീസ് ഇറങ്ങുന്നതാണ്. അത് നോട്ട് 8 ഇറങ്ങിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നോട്ട് 8 പ്രോ ഇറങ്ങുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇത് ഫോൺ റെഡ്മി നോട്ട് 8 2 വേരിയന്റിലാണ് ഇറങ്ങുന്നത്. 4GB 64GB, അത് കഴിഞ്ഞ് 6GB 64GB, അങ്ങനെയാണ് 2 വേരിയന്റിലാണ് നോട്ട് 8 ഇറങ്ങുന്നത്. അതനുസരിച്ച് പ്രൈസ് ഹൈ ആവും. അതുപോലെ റെഡ്മി നോട്ട് 8 പ്രോ ഇറങ്ങുന്നത് 3 വേരിയന്റിലാണ്.
4 GB 64 GB, അത് കഴിഞ്ഞ് 6 GB 64 GB, അത് കഴിഞ്ഞ് 8 GB 6 GB 128 GB ആൻഡ് 8 GB 120 GB റോം ആണ്. അങ്ങനെ 3 വേരിയന്റിലാണ് റെഡ്മി നോട്ട് 8 പ്രോ സീരീസ് ഇറങ്ങുന്നത്. എന്തായാലും റെഡ്മിയുടെ ഒരു മികച്ച 2 ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. റെഡ്മി നോട്ട് സീരീസിന്റെ ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും റെഡ്മി ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പുതിയ ഫോണൊക്കെ എടുക്കാനുണ്ടെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തേക്ക്. ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടിപൊളി ഓഫറിലൊക്കെ ആയിരിക്കും ഗൈസ്, പറയാൻ പറ്റത്തില്ല, ഇറങ്ങുന്ന സമയമല്ലേ. നോട്ട് സീരീസ് നോട്ട് 7 പ്രോ നമുക്കറിയാം, നല്ല അടിപൊളി ഫീച്ചേഴ്സും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വില കുറച്ച് കൊണ്ടുവന്ന ഒരു ഫോണായിരുന്നു നോട്ട് 7 പ്രോ. ഇച്ചിരി കാര്യങ്ങളും ലാഗൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് 4 ക്യാമറ സെറ്റപ്പിലാണ് റെഡ്മി നോട്ട് 8 പ്രോ വരുന്നത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ചാനലായിരിക്കും അത് ആദ്യം അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്നാലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ഫോൺസിനെ കുറിച്ചുള്ള ടെക് റിലേറ്റഡ് ന്യൂസിനൊക്കെ ഉള്ള എല്ലാം നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് വെച്ചേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, പിന്നെ നിങ്ങൾ റെഡ്മി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അറിയാമല്ലോ എത്ര പേരുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഔട്ട്.